നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ പൊങ്ങത്ത് പ്ലൈവുഡ് കയറ്റുവന്ന ലോറി മറിഞ്ഞു. പുലർച്ചെയായിരുന്നു അപകടം. അങ്കമാലി നഗരസഭാതല AP സ്മൃതി സംഗമം നായത്തോട് ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ നിരന്തരമായ ശ്രമം നടത്തുമ്പോഴും നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ചാണ് മുന്നോട്ട് പോയത്. സർവീസ് റോഡുകളിലെ അനധികൃത പാർക്കിംഗ് അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പരാതി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന റേറ്റിൽ പവന് 120 രൂപയാണ് കൂടിയത്. സഹകരണ ബാങ്ക് വഴി ഗുണഭോക്താക്കളുടെ കൈവശം ക്ഷേമ പെൻഷൻ തുക നേരിട്ടെത്തിക്കുന്നത് തടഞ്ഞ സർക്കാർ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചത്. പുളിങ്ങര സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ സ്വർഗാരൂപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ പൊങ്ങത്ത് പ്ലൈവുഡ് കയറ്റി വന്ന ലോറി മറിഞ്ഞു. പുലർച്ചെയായിരുന്നു അപകടം. പെരുമ്പാവൂരിൽ നിന്നും സേലത്തേക്ക് പ്ലൈവുഡ് കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. മുന്നിൽ പോവുകയായിരുന്ന ടോറസ് അപ്രതീക്ഷിതമായി ബ്രേക്ക് ചെയ്തപ്പോൾ ഇടിക്കാതിരിക്കാനായി വെട്ടിച്ചപ്പോഴാണ് ലോറി മറിഞ്ഞത്. ലോറിക്കുള്ളിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഗുരുതരമായ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്ന വിദ്യാർത്ഥിനിക്ക് ഉദാരമതികളുടെ സഹായം തേടി ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനം നടത്തി. ചാലക്കുടി നഗരസഭയിൽ പോട്ട പറക്കൊട്ടിലിങ്കൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഓട്ടോ ഡ്രൈവറായ മാമ്പിള്ളി വീട്ടിൽ വർഗീസിന്റെ മകൾ 16 വയസ്സുള്ള റിൻഡു വർഗീസ് ആണ് സഹായം തേടുന്നത്. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് MBR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലാണ് റിൻഡു വർഗീസ്. ഏപ്രിൽ മാസത്തിൽ വീണ്ടും ഈ രോഗം വരികയും അതീവ ഗുരുതര മരണം വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കുട്ടിയുടെ പിതാവ് കോട്ട ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഓടിച്ചു വരികയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇല്ല. അങ്ങനെ അമേരിക്കയിൽ നിന്നും വരുത്തിയ കീമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് 30-35 ലക്ഷം രൂപ ചെലവ് വരുന്നത്. ഈ കുട്ടി 18 വയസ്സ് താഴെ ആയതുകൊണ്ട് അത് ഫ്രീ ആയിട്ട് ആ MBR ഹോസ്പിറ്റലിൽ അത് സംഘടിപ്പിച്ച് ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11 ദിവസം മരുന്നയ്ക്ക് 28 ദിവസം ഈ മരുന്ന് ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് ആവും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 35 ലക്ഷം രൂപ ഈ ശസ്ത്രക്രിയക്ക് മുമ്പായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടതുണ്ട്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ചികിത്സയ്ക്ക് 50 ലക്ഷം രൂപയോളം ചിലവ് വരും. ഓട്ടോ ഡ്രൈവറായ കുട്ടിയുടെ പിതാവ് സ്വന്തം ഓട്ടോ വിറ്റും പരസഹായത്താലുമാണ് കഴിഞ്ഞ 3 വർഷമായി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ 28 ദിവസത്തെ കീമോതെറാപ്പി ചെയ്തു വരുന്നു. അതിനുശേഷം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ട്. ഉദാരമതികളുടെ സഹായം ഉണ്ടായാൽ മാത്രമേ ഇത്രയും വലിയ തുക സമാഹരിക്കാൻ കഴിയൂ. ഇതിനായി സനീഷ് കുമാർ ജോസഫ് MLA രക്ഷാധികാരിയും തോമസ് മേലേപ്പുറം ചെയർമാനും നഗരസഭാംഗം വത്സൻ ചമ്പക്കര, പോൾസൻ മേലേപ്പുറം തുടങ്ങിയവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റി ചികിത്സാ സഹായ നിധി സംയുക്ത അക്കൗണ്ട് ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഉദാരമതികളുടെ സഹായം അക്കൗണ്ട് നമ്പർ 17010100085110, IFSC കോഡ് FDRL 0001708,
ഫോൺ നമ്പർ 8078435714. ഓപ്പൺ ചെയ്തു. ആ അക്കൗണ്ടിലേക്കാണ് ക്രൗഡ് ഫണ്ടിംഗ് വഴി പണം സ്വരൂപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ഹോസ്പിറ്റലിലേക്ക്, ചാരിറ്റി ഫണ്ട് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നേരിട്ട് ഹോസ്പിറ്റൽ ചെലവുകൾക്ക് ഹോസ്പിറ്റലിലേക്ക് ചെക്ക് കൈമാറാനായിട്ട് സാധിക്കും. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ സമാഹരിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളെല്ലാവരും കൂടി നടത്തി വരുന്നത്. ഈ ശ്രമത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളും ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ, വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ 10ാം ക്ലാസ്സിലാണ്, ഈ ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അവർക്ക് പഠനം പോലും ഈ കൊല്ലം 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചെങ്കിലും അത് തുടർന്ന് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. എന്ത് തന്നെയാലും നമ്മളെല്ലാവരും കൂടി സഹായിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള 50 ലക്ഷം രൂപ. നമസ്കാരം, എൻ്റെ പേര് പ്രൊഫസർ. ഇന്ദുവിന് 2023 ജൂൺ മാസം ഫസ്റ്റിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. RCCയിൽ ശ്രീ വത്സൻ സൂചിച്ച പോലെ ഏകദേശം 10-11 മാസം അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഈ 18 സിറ്റിങ്ങോളം കീമോതെറാപ്പി ചെയ്തപ്പോൾ 24% ആയി. അത് കഴിഞ്ഞ് ഏകദേശം 2.5 ലക്ഷം രൂപയുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയിട്ടാണ്, ഫാർമസിയിൽ നിന്ന്, അവിടെ കിട്ടില്ല. അപ്പോൾ അത് വാങ്ങി കൊടുത്ത് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ 4% റിമൈനിങ്, അത് ഫുൾ നെഗറ്റീവായില്ല. ആ അവസ്ഥയിൽ മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചൊക്കന കട്ടിപ്പൊക്കത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഉടമയ്ക്ക് ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകി. ഫാം നടത്തുന്ന ജിൻസൺ പോളിനാണ് അധികൃതർ നോട്ടീസ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർ നടത്തിയ സംയുക്ത പരിശോധനയിൽ സ്ഥാപനം അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും സ്ഥാപനത്തിലെ മാലിന്യം കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്ന തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നടപടി. മട്ടത്തൂർ പഞ്ചായത്തിലെ ഈ വാർഡിലെ ജനങ്ങളുടെ പരാതി മൂലം 2 ദിവസം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചു. അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് കുഴിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതിനെ തുടർന്ന് ഞങ്ങൾ ഇവിടെ എത്തി. ഇവർക്കപ്പോൾ തന്നെ വാണിംഗ് കൊടുത്തായിരുന്നു, ഇനി നിങ്ങൾ അങ്ങനെ ഒഴുക്കരുതെന്ന് പറഞ്ഞ്. കാരണം കണ്ടമാനം വേസ്റ്റ് കുഴികൾ നിറഞ്ഞു കിടക്കുകയാണ് ഈ പന്നികളുടെ. ഏകദേശം ഒരു 2000-ഓളം പന്നികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്നും വരുന്ന ആ വേസ്റ്റ് വെള്ളം ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. കൂടാതെ കുട്ടികളും വൃദ്ധരായവരൊക്കെ ഉണ്ട്. അവർക്ക് ഇതിൻ്റെതായിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലർ കിണർ വരെ മൂടേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന്, അന്ന് സ്റ്റോപ്പ് മെമ്പർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രേഖാമൂലം നമ്മൾ ആ സ്റ്റോപ്പ് മെമ്പർ കൊടുക്കുകയും ചെയ്തത്. 1 മാസത്തിനുള്ളിൽ ഇവർ ഇതടച്ച് പൂട്ടണം എന്ന് തന്നെയാണ് പഞ്ചായത്തിൻ്റെ അധികൃതരും ഹെൽത്തിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ നാട്ടുകാരോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും എത്തിച്ചേർന്ന് ഇവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. പന്നി ഫാമിൽ ബ്രീഡിംഗ് ഉൾപ്പെടെയുള്ളവ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണമെന്നും മൃഗങ്ങളെ കാലതാമസം കൂടാതെ മാറ്റി പാർപ്പിക്കണമെന്നും തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്ന പൈപ്പുകൾ ഉടൻ പൊളിച്ചു മാറ്റണമെന്നും ഉത്തരവിൽ ആവശ്യപ്പെട്ടു. ഇവിടുത്തെ നോക്കി പരിശോധിച്ചപ്പോൾ ഇതിന്റെ പല ഭാഗത്തും ഇതിന്റെ വേസ്റ്റ് കുഴികൾ നിറഞ്ഞു കിടക്കുകയാണ്. ഈ മഴ പെയ്യുമ്പോൾ അവിടെ നിന്നും നേരെ ഒലിച്ചിറങ്ങുന്നത് തോട്ടിലേക്കാണ്. അതായത് ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പിന്നെ പോകുന്നത്. അതുകൊണ്ട് ജനങ്ങളാകെ ഭീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് അടച്ചുപൂട്ടാനുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞാലും പക്ഷേ ഇത് പന്നികളിൽ നിന്നും ഇത് വരില്ല എന്ന് നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞു. അത് പല സ്ഥലത്തും H1N1 സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പന്നികളിൽ നിന്നല്ല എന്നുള്ളത് പറയുന്നുണ്ട്. നമുക്ക് അതല്ല ഏറ്റവും വലിയ പ്രശ്നം. ഇവരുടെ മാലിന്യം നിറഞ്ഞു കിടക്കുന്ന ഈ കാലാവസ്ഥയിൽ അത് ഒഴുകി തോടുകളിലേക്കാണ് എത്തുന്നത്. അത് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതാണ്. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, പഞ്ചായത്ത് സെക്രട്ടറി ഗോകുൽ കൃഷ്ണ, അസിസ്റ്റന്റ് സെക്രട്ടറി പുരുഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ റെനിൽ, വെറ്റിനറി ഡോക്ടർ സിൻസി, വാർഡ് അംഗം A. റഫീഖ് എന്നിവരാണ് ഫാമിൽ എത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അത് ഞങ്ങൾ ഇന്നലെ ഒരു അവലോകന യോഗം നടന്നിട്ടുണ്ടായിരുന്നു ഹെൽത്തും ഞങ്ങളുമായിട്ട്. അപ്പൊ അവര് പറഞ്ഞത് ഇത് പന്നിപ്പനി സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞാലും പക്ഷെ ഇതുമായിട്ട് പന്നികൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ പന്നികൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് പന്നികൾ 3 ദിവസം കൊണ്ട് മരണം വരെ സംഭവിക്കാം. പക്ഷെ ഇവിടെ അങ്ങനത്തെ സാഹചര്യമല്ല.
നമുക്ക് പ്രധാനമായിട്ടും ഇത് അടച്ചുപൂട്ടേണ്ടത് ജനങ്ങളുടെ പരാതി തന്നെയാണ്, ഇവിടുത്തെ വേസ്റ്റ് വെള്ളം പോകുന്നതിന്റെ ഭാഗമായിട്ട്. സർവീസ് റോഡുകളിലെ അനധികൃത പാർക്കിംഗ് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. പോട്ട ആശ്രമം ജംഗ്ഷൻ മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്താണ് കൂടുതലായും അനധികൃത പാർക്കിംഗ് നടക്കുന്നത്. ടോറസ് അടക്കമുള്ള ഭാരമേറിയ വാഹനങ്ങളാണ് ഇവിടെ രാവും പകലും പാർക്ക് ചെയ്യുന്നത്. സർവീസ് റോഡിന്റെ പകുതി ഭാഗത്തോളം കയ്യേറിയാണ് ഇത്തരം വാഹനങ്ങൾ സർവീസ് റോഡിൽ പാർക്ക് ചെയ്യുന്നത്. ഇതോടെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ സുഗമമായി കടന്നുപോകാനാകാത്ത അവസ്ഥയാണ്. സ്കൂൾ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇരുചക്ര വാഹന യാത്രികൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. നഗരസഭയും പോലീസും ഇടപെട്ട് അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്നാണ് ആവശ്യം. അങ്കമാലി നഗരസഭാതല AP സ്മൃതി സംഗമം നായത്തോട് ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ സജി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KK ഷിബു, ഏരിയ സെക്രട്ടറി KP രജീഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സച്ചിൻ കുര്യാക്കോസ്, ഗ്രേസി ദേവസി, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് അംഗം K കുട്ടപ്പൻ, ലോക്കൽ കമ്മിറ്റി അംഗം ജിജോ ഗർവാസി, സംഘാടക സമിതി കൺവീനർ TY ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം, കേരള നിയമസഭാ സ്പീക്കർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ബാംബു കോർപ്പറേഷൻ ചെയർമാൻ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച AP കുര്യന്റെ 25ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളുടെ ഭാഗമായിട്ടാണ് അങ്കമാലി നഗരസഭാ തല AP സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. 2016 സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ 14 ജില്ലകളും സന്ദർശിച്ച് ജനങ്ങളോട് ചോദിച്ചു, ഈ ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ ഒരു പ്രകടന പത്രിക പുറത്തിറക്കാൻ പോകുന്നു, എന്താണ് ഒരു നവകേരളത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ജനങ്ങളുമായി സംബന്ധിച്ച് അവർ തന്ന അഭിപ്രായം കൂട്ടി യോജിപ്പിച്ചിട്ട് അങ്ങ് നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തി എന്ന് പറഞ്ഞ ആരോപണം, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ ആരോപണം, ഖുറാന്റെ ഉള്ളിൽ വെച്ച് സ്വർണം കടത്തി എന്ന് പറഞ്ഞ ആരോപണം, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ ആരോപണം, വടക്കാഞ്ചേരി ഫ്ളാറ്റിന്റെ പേരിൽ അഴിമതി എന്ന് പറഞ്ഞ ആരോപണം, എത്രയോ ആരോപണങ്ങൾ നമ്മൾ കണ്ടു. ഈ ഗവൺമെന്റിനെ കൊണ്ട് LDF ഗവൺമെന്റിനെ കൊണ്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ നടത്തിയ നിരവധി ഇടപെടലുകൾക്കിടയിലും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ചു. പൊതുവിദ്യാഭ്യാസ യജ്ഞം, ലക്ഷക്കണക്കിന് കുട്ടികൾ പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായി മാറി. ആതിരം പദ്ധതിയുടെ ഭാഗമായി ആശുപത്രികളെല്ലാം വളരെ ഹൈടെക് ആയിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ നിരവധി പദ്ധതികൾ നടപ്പാക്കി. മാലിന്യ സംസ്കരണത്തിന്റെ പദ്ധതികൾ, അതുപോലെ വാക്കു പാലിച്ച് ലൈഫ് പദ്ധതി അടക്കം പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. നമ്മെ തകർക്കാൻ, ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ നിരന്തരമായ ശ്രമം നടത്തുമ്പോഴും നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചാണ് മുന്നോട്ട് പോയത്. 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ട്. കൂടുതൽ ശക്തമായി നമ്മൾ രംഗത്തിറങ്ങി. 900 കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ പവന് 120 രൂപയാണ് കൂടിയത്. 1,09,920 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 15 രൂപയാണ് കൂടിയത്. 13,740 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 3 ദിവസത്തിനിടെ സ്വർണ്ണവിലയിൽ 4,300 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. എണ്ണവില കുറഞ്ഞതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. കൂടാതെ US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ മാറ്റം വരുത്താതിരുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. മലപ്പുറം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന 6 ജില്ലകളിലും യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. നാളെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സഹകരണ ബാങ്ക് വഴി ഗുണഭോക്താക്കളുടെ കൈവശം ക്ഷേമ പെൻഷൻ തുക നേരിട്ടെത്തിക്കുന്നത് തടഞ്ഞ സർക്കാർ നടപടി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ.
രാജ്യത്തിന് മാതൃകയായ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ സംവിധാനം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല. പാവപ്പെട്ടവരുടെ കൈകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന ജനകീയമായ പെൻഷൻ വിതരണ പദ്ധതിയാണ് സർക്കാർ പുതിയ ഉത്തരവിലൂടെ തകിടം മറിക്കാൻ ഒരുങ്ങുന്നതെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. സഹകരണ സംഘങ്ങൾ വഴിയുള്ള വീട്ടുപടിക്കലെ പെൻഷൻ വിതരണം നിർത്തലാക്കാനുള്ള ഈ നീക്കം പതിയെ പെൻഷൻ പദ്ധതി തന്നെ അവസാനിപ്പിക്കാനുള്ള UDF അജണ്ടയുടെ ആദ്യപടിയാണ്. DBT അല്ലാതെ വാതിൽപ്പടി പെൻഷൻ വാങ്ങുന്നവർ ബാങ്കിംഗ് സേവന മേഖലയ്ക്ക് പുറത്തുള്ളവരാണ്. ഇവരിൽ ബഹുഭൂരിപക്ഷവും അടിസ്ഥാന വിഭാഗത്തിൽ നിന്നുള്ളവരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുമാണ്. സമൂഹത്തിന്റെ കരുതൽ വേണ്ടതായിട്ടുള്ള ഇവർക്കെല്ലാം തന്നെ വലിയ തിരിച്ചടിയാണ് പുതിയ ഉത്തരവ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവകാശമല്ലെന്നും സർക്കാരിന്റെ ഔദാര്യമാണെന്നുമുള്ള വികല വലതുപക്ഷ നയത്തിന്റെ പ്രതിഫലനമാണ് UDF സർക്കാരിന്റെ പുതിയ ഉത്തരവെന്ന് വ്യക്തമാണ്. ജനകീയ പെൻഷൻ വിതരണ സംവിധാനം ഇല്ലാതാക്കി വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നത് കടുത്ത അനീതിയാണ്. പുതിയ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും ആവശ്യമുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും സഹകരണ സംഘങ്ങൾ വഴി വീട്ടിൽ നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന രീതി പുനഃസ്ഥാപിക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കാലിക്കറ്റ് സർവകലാശാല കായിക രംഗത്തുള്ള കഴിഞ്ഞ അധ്യയന വർഷത്തെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് സ്പോർട്സ് കോളേജ് അവാർഡിനായി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് സെൽഫ് ഫിനാൻസ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും പൊതുവിഭാഗത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 2025-26 അധ്യയന വർഷത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 14 ഇന്റർസോൺ മത്സരങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞതും 51 കായിക താരങ്ങൾ സർവകലാശാലയെ പ്രതിനിധീകരിച്ച് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ പങ്കെടുത്തതും അതിൽ 21 പേർ വിജയികളായതും ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പുരുഷ വനിതാ വടംവലി മത്സരം സംഘടിപ്പിച്ചതും പരിഗണിച്ചാണ് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിനെ അവാർഡിനായി തിരഞ്ഞെടുത്തത്. പുളിങ്ങര സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ആൻഡു ആലപ്പാടൻ കൊടിയേറ്റൽ നിർവഹിച്ചു. ബ്രദർ ജിജി കുന്നേൽ സഹകാർമ്മികനായി ഓഗസ്റ്റ് 15-നാണ് തിരുനാൾ. തിരുനാൾ ദിനത്തിൽ രാവിലെ 7-ന് വിശുദ്ധ കുർബാനയും തുടർന്ന് ദേശീയ പതാക ഉയർത്തലും നടക്കും. തുടർന്ന് നേർച്ച ഭക്ഷണം, ആശീർവദിക്കൽ, നേർച്ചയൂട്ട് ആരംഭം. 10:30-ന് നടക്കുന്ന ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മനിപ്പാറ പള്ളി വികാരി ഫാദർ മെജിൻ കല്ലേലി കാർമ്മികനാകും. BLM ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ റോബിൻ പാലാട്ടി സന്ദേശം നൽകും. ഉച്ചകഴിഞ്ഞ് 3:30-ന് വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് പ്രദക്ഷിണ സമാപനവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും തുടങ്ങിയവയാണ് പരിപാടികൾ. മഞ്ഞപ്ര ചന്ദ്രപുര ജംഗ്ഷനിൽ കാനയുടെ മുകളിലെ നടപ്പാത സ്ലാബ് തകർന്ന നിലയിൽ. മഞ്ഞപ്ര ചന്ദ്രപുര ജംഗ്ഷനിൽ കാനയുടെ മുകളിലെ നടപ്പാത സ്ലാബ് തകർന്ന നിലയിൽ. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ കാനയുടെ സ്ലാബാണ് തകർന്നു കിടക്കുന്നത്. ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്ന ഭാഗത്താണ് സ്ലാബ് പൊട്ടിയ നിലയിലുള്ളത്. പഞ്ചായത്ത് ഓഫീസ്, മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നിരവധി ആളുകൾ അനുദിനം നടന്നു പോകുന്ന സ്ഥലത്താണ് സ്ലാബ് തകർന്നു കിടക്കുന്നത്. ഇത് വൻ അപകടങ്ങൾക്ക് കാരണമാകും. ഈ ഭാഗത്തെ കാനകളുടെ ഒട്ടുമിക്ക സ്ലാബുകളും പൊട്ടിത്തകർന്ന നിലയിലാണ്. തകർന്നു കിടക്കുന്ന സ്ലാബുകൾ അടിയന്തരമായി നീക്കം ചെയ്ത് പുതിയത് സ്ഥാപിച്ച് ജനങ്ങൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കണമെന്ന് ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു. ദീർഘകാലമായി പരിയാരം പഞ്ചായത്തിലെ മലയോര കർഷകരുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമിക്ക് പട്ടയം എത്രയും വേഗം ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ജോസാണ് ലാൻഡ് അസസ്മെന്റ് സ്പെഷ്യൽ തഹസിൽദാർക്കും MLA സനീഷ് കുമാർ ജോസഫിനും നിവേദനം നൽകിയത്. 585 പേരുടെ പേരുകൾ പരിവേഷ് പോർട്ടലിൽ ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞതായി നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ പൊങ്ങത്ത് പ്ലൈവുഡ് കയറ്റി വന്ന ലോറി മറിഞ്ഞു. പുലർച്ചെയായിരുന്നു അപകടം. അങ്കമാലി നഗരസഭാതല AP സ്മൃതി സംഗമം നായത്തോട് ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ നിരന്തരമായ ശ്രമം നടത്തുമ്പോഴും നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചാണ് മുന്നോട്ട് പോയത്. സർവീസ് റോഡുകളിലെ അനധികൃത പാർക്കിംഗ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് പരാതി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ പവന് 120 രൂപയാണ് കൂടിയത്.
സഹകരണ ബാങ്ക് വഴി ഗുണഭോക്താക്കളുടെ കൈവശം ക്ഷേമ പെൻഷൻ തുക നേരിട്ടെത്തിക്കുന്നത് തടഞ്ഞ സർക്കാർ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചത്. പുളിങ്ങര സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ സ്വർഗാരൂപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.